ഹായ് ഗൈസ്, ഇത് ഞാൻ ഷിൻഡു ആണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ആൻഡ്രോയിഡ് മൊബൈലിലും മറ്റും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് ആപ്ലിക്കേഷൻ ഹാസ് സ്റ്റോപ്പ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുന്നത്. അങ്ങനെ ആപ്ലിക്കേഷനുകൾ ക്രാഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തിട്ട് ശരിയാക്കാമെന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷനുകളിലാണ്, അതായത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലാണ് ഇങ്ങനെ ക്രാഷ് മെസ്സേജ് കാണുന്നത് സാധാരണയായി. അത് അങ്ങനെ മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഏത് ആപ്ലിക്കേഷനാണോ ക്രാഷ് ആവുന്നത് അതിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ ആപ്ലിക്കേഷൻ മാനേജറിൽ പോയി ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ സാംസങ് ഫോണിലാണ് ഇത് കാണിച്ചു തരുന്നത്. എല്ലാ ആൻഡ്രോയിഡ് മൊബൈലിലും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അങ്ങനെ ആപ്ലിക്കേഷൻ മാനേജറിൽ പോയിട്ട് ക്രാഷ് ആവുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നമുക്കിപ്പോൾ വൈബറിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായി വൈബറിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളിങ്ങനെ ക്രാഷ് ആവുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന ക്ലിയർ ക്യാഷ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ക്യാഷ് ക്ലിയർ ചെയ്യുക. അതായത് ഈ ക്യാഷാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പെട്ടെന്ന് ലോഡാകാൻ വേണ്ടി സഹായിക്കുന്നത്. ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഒന്ന് ലോഡാകാൻ സമയമെടുക്കും. പക്ഷേ അത് ഒരു പ്രാവശ്യം ഓണായി കഴിയുമ്പോൾ വീണ്ടും ഈ ക്യാഷ് നിറയുകയും അത് വീണ്ടും ആ ആപ്ലിക്കേഷൻ ലോഡാകാൻ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ ക്രാഷ് ആവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ക്ലിയർ ക്യാഷ് കൊടുത്തുകൊണ്ട് അത് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും അത് ക്ലിയർ ആയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ ആ പ്രോബ്ലം മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ വീണ്ടും അങ്ങനെ എറർ റിപ്പോർട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ വൈബറിൻ്റെ ഡേറ്റ ക്ലിയർ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ ഫോൺ നിങ്ങളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഒന്ന് ഓൺ ആക്കുക. അപ്പോഴത്തേന് ഓൾമോസ്റ്റ് അങ്ങനെ വരുന്ന എല്ലാ എറർ മെസ്സേജും മാറിക്കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് മാറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വീണ്ടും ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നിങ്ങളൊന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് റീസെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലിയർ ഡേറ്റ കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്ലിയർ ഡേറ്റ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റ, അതായത് യൂസർ നെയിം, പാസ്വേഡ് അതുപോലുള്ള ലോഗിൻ ക്രെഡൻഷ്യൽസ് ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനുശേഷം മാത്രം ക്ലിയർ ഡേറ്റ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ എറർ മെസ്സേജ് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ക്ലിയർ ക്യാഷ് ക്ലിക്ക് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ക്ലിയർ ഡേറ്റ കൊടുത്ത ശേഷം ഫോൺ ഓഫ് ചെയ്ത് ഓൺ ആക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കാവൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.